ഇത് നമ്മുടെ തൃശ്ശൂർ വിയ്യൂർ പ്രൊജക്റ്റാണ് ഇപ്പോൾ നമ്മുടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഏതാണ്ട് ഒരു 2.5 മാസമായി ഇപ്പോൾ വർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ട് 1800 സ്ക്വയർ ഫീറ്റുള്ള 4 ബെഡ്റൂം വീടാണ്. അപ്പം ഇനിയിപ്പോൾ ഏതാണ്ട് നമുക്കൊരു 1.5 മാസം കൊണ്ട് ഫുള്ള് നമുക്ക് വർക്ക് കംപ്ലീറ്റ് ചെയ്ത് ഡെലിവറി ചെയ്യാൻ പറ്റാവുന്ന ഒരു പ്രോഗ്രസ്സിലാണ് ഇപ്പോൾ അത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മളിപ്പോൾ സ്ട്രക്ചർ RCC ചെയ്ത സമയത്ത് കൊടുത്തിരുന്ന സപ്പോർട്ടാണ്. ആ സപ്പോർട്ട് നമ്മൾ നോർമലി വേണമെങ്കിൽ 15 ഡേയ്സിന് ശേഷം എടുക്കാവുന്നതാണ്. പക്ഷേ മുകളിൽ വർക്ക് നടക്കുമ്പോൾ ഒരു കാരണവശാലും അത് അഡ്വൈസബിൾ അല്ല. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ എടുക്കാത്ത. ഇപ്പോൾ ഏതാണ്ട് ഓൾമോസ്റ്റ് 22 ഡേയ്സായി ഇപ്പോൾ നിലവിൽ. കാരണം ക്യൂറിംഗ് പ്രോസസ്സ് നടന്നുകൊണ്ടേ ഇരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ മുകളിലത്തെ വർക്ക് കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് ഇവിടുത്തെ സപ്പോർട്ട് നമ്മൾ റിമൂവ് ചെയ്യത്തുള്ളൂ. അപ്പോൾ നമുക്ക് മുകളിലെ പാരപ്പറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് കാണാം. മുകളിലേക്ക് പോകാം. ഇത് 2nd ഫ്ലോറിൻ്റെ ടോപ്പാണ്. അപ്പോൾ ഇവിടെ നമ്മൾ നിലവിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ഇവിടെ പാരപ്പറ്റ് കൊടുക്കുകയാണ്. അപ്പം ഇത് വാർത്ത് 15 ഡേയ്സിന് ശേഷമാണ് ഇവിടെ നമ്മൾ വർക്ക് സ്റ്റാർട്ട് ചെയ്ത്. അതിനൊപ്പം തന്നെ ഇതിന് താഴെയുള്ള തട്ട് അതവിടെ സപ്പോർട്ട് കൊടുത്തുകൊണ്ടാണ് പാരപ്പറ്റ് ഇപ്പോൾ നിലവിൽ ചെയ്യുന്നത്. ഒരു വർക്ക് എത്രയും പെട്ടെന്ന് ഏറ്റവും ഫാസ്റ്റ് ഡെലിവറി എങ്ങനെ പോസിബിൾ ആവുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മൾട്ടിപ്പിൾ വർക്ക് നമ്മൾ അറ്റ് എ ടൈം എക്സിക്യൂട്ട് ചെയ്താൽ മാത്രമാണ് നമുക്ക് നമ്മൾ ഉദ്ദേശിക്കുന്ന ടാർഗറ്റ് ടൈമിൽ അല്ലെങ്കിൽ ഏറ്റവും മിനിമം ടൈമിൽ ആ വർക്ക് നമുക്ക് എക്സിക്യൂട്ട് ചെയ്ത് ഡെലിവറി ചെയ്യാൻ പറ്റുള്ളൂ. നമുക്ക് ഇപ്പോൾ മുകളിൽ വർക്ക് നടക്കാമെന്ന് പറഞ്ഞല്ലോ പാരപ്പറ്റിൻ്റെ. അതിനൊപ്പം തന്നെ ഇവിടുത്തെ നമുക്ക് പാരലി പ്ലാസ്റ്ററിങ്ങും ഗ്രൗണ്ട് ഫ്ലോറിലെ വർക്കുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. മുകളിലത്തെ ഫസ്റ്റ് ഫ്ലോറിലെ ബ്രിക്ക് വർക്കും മറ്റു കാര്യങ്ങളും നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ താഴത്തെ ഇലക്ട്രിക്കൽ പ്ലംബിങ്ങിൻ്റെ മിനിമം ബേസിക്സ് കാര്യങ്ങളെല്ലാം തന്നെ തീർത്തിരുന്നു. ഇപ്പോൾ മുകളിലത്തെ വർക്ക് ആ RCC കാസ്റ്റിംഗ് കഴിഞ്ഞ് സപ്പോർട്ട് റിമൂവ് ചെയ്യുന്നതിന് മുന്നേ താഴത്തെ ഏരിയകൾ ഇൻസൈഡ് ഏരിയ മുഴുവൻ തന്നെ പ്ലാസ്റ്റിംഗ് കഴിയും. കാരണം ഒരു വർക്കിനെ നമുക്ക് അറ്റ് എ ടൈം മൾട്ടിപ്പിൾ വർക്ക് മുന്നോട്ട് കൊണ്ടുപോയാൽ മാത്രമാണ് ഫാസ്റ്റ് ഡെലിവറി നടക്കുകയുള്ളൂ. അതേസമയം തന്നെ എഞ്ചിനീയറിംഗ് ഡിമാൻഡ്സ് എല്ലാം തന്നെ നമ്മൾ മീറ്റ് ചെയ്യുകയും ചെയ്യണം. അപ്പം മൾട്ടിപ്പിൾ ഫ്ലോറുകളിൽ മൾട്ടിപ്പിൾ വർക്കുകൾ അറ്റ് എ ടൈമിൽ തന്നെ എക്സിക്യൂട്ട് ചെയ്യുക എന്നുള്ളതാണ് ഒരു വർക്കിന് നമുക്ക് എത്രയും പെട്ടെന്ന് ഡെലിവറി ചെയ്യാൻ അല്ലെങ്കിൽ അതിൻ്റെ കംപ്ലീഷനിലേക്ക് എത്തിക്കാനുള്ള ഏറ്റവും ഷോർട്ടസ്റ്റ് വേ.